ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് നമ്മുടെ ഗൈഡൻസ് മെസ്സേജ് എടുക്കാനത്തെ ഇന്ന് നോക്കാൻ പോകുന്നത് ജസ്റ്റ് നമ്മുടെ ജനറൽ ഗൈഡൻസ് ആയിട്ട് എടുക്കാം. ഓക്കെ, ഞാൻ ആക്ച്വലി ഒന്ന് ക്ലെൻസ് ചെയ്യണം. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ദിവസം നിങ്ങൾക്കുള്ള ടാരോ മെസ്സേജ് എന്താ നോക്കാം. ഇന്നത്തെ ദിവസം ടാരോ നിങ്ങളോട് എന്താ പറയുന്നത്, നിങ്ങൾക്കുള്ള മെസ്സേജ് എന്താ? Let's see. Okay, 9 of Cups ആണ്. Very good. Okay, 8 of Wands, 5 Wands, King of Wands. എല്ലാം കുറേ Wands ആണല്ലോ. Okay, 5 of Swords ഉണ്ട്, Queen of Cups. Okay, ഓക്കെ, എന്നാൽ എല്ലാം വോൺസ് എനർജിയാണ്. വോണ്ട് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഉദ്ദേശിക്കുന്ന കൂടുതൽ വന്നിരിക്കുന്ന കാർഡ്സ് നമ്മൾ കാണിക്കുന്ന ഇവിടെ ഒരു ഫയർ എലമെൻ്റ് ആണ്. അതായത് ഒരു നമ്മൾ പറയില്ലേ, ഒരു പാഷൻ വരുന്ന പോലെ, അല്ലെങ്കിൽ ഒരു നമ്മൾ തീ പിടിച്ചാൽ എങ്ങനെ ഉണ്ടാവും അതാലോചിച്ചാൽ മതി, നിങ്ങൾ അത് ഓർത്താൽ മതി. ഓക്കെ, തീ പിടിക്കുന്ന തരത്തിൽ, അതായത് ചില കാര്യങ്ങൾ പെട്ടെന്ന് തീ ആക്ച്വലി പക്ഷേ പെട്ടെന്നെല്ലാം വിഴുങ്ങും, എല്ലാത്തിനെയും അങ്ങനെ വിഴുങ്ങിക്കളയും അല്ലേ. സോ അതുകൊണ്ട് ബട്ട് അറ്റ് ദ സെയിം ടൈം ഇവിടെ എല്ലാം പോസിറ്റീവായിട്ടാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാര്യങ്ങൾ വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് വരുന്നത്, പെട്ടെന്ന് നടക്കുന്ന ഒരു രീതിയിലൊരു എനർജിയാണ് എനിക്ക് വരുന്നത്. ക്വീൻ ഓഫ് കപ്സ് എനർജീൻ്റെ ഇവിടെ ബോട്ടംസ്. ഇവിടെ നിങ്ങൾ വളരെയധികം ആക്ച്വലി ഒരു വളരെ ന്യൂച്ചറിങ് കെയറിങ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. നിങ്ങൾ വളരെയധികം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു പേഴ്സണാണ്. നിങ്ങൾ ഒരുപാട് എല്ലാവരെ കുറിച്ചും കെയർ ചെയ്യുക, അല്ലെങ്കിൽ എല്ലാവർക്കും സ്നേഹം കൊടുക്കുക, അങ്ങനെ ഒരു വ്യക്തിയാണ് നിങ്ങൾ. ഓക്കെ, വളരെ ഒരു അമ്മ എന്ന രീതിക്കാണ് നമ്മൾ ഉദ്ദേശിക്കാറ്, ബട്ട് മീൻസ് അങ്ങനെ ഒരു കെയറിങ് നേച്ചറാണ്. അതുപോലെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളെ തന്നെ മറന്ന് എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് കാണുന്നത്. സോ ക്വീൻ ഓഫ് കപ്സ് എനർജി നിങ്ങളാണ്. അതിപ്പോൾ ജെൻസ് ആയാലും അങ്ങനെ എടുക്കുക. നിങ്ങൾക്കറിയാലോ, റീഡിങ് സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം. ഓക്കെ, സോ നിങ്ങളുടെ നേച്ചർ അങ്ങനെയാണ്, നിങ്ങളുടെ സ്വഭാവം അങ്ങനെയാണെന്നാണ്. ആൻഡ് ഇവിടെ പറയുന്ന യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കാനുള്ള സമയമായി എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഇതുവരെ മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങളെ തന്നെ മറന്ന് നിങ്ങളുടെ ആഗ്രഹങ്ങൾ മാറ്റിവെച്ച് നിങ്ങളെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടായിരിക്കും ഇതുവരെ ജീവിച്ചത്. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കാനുള്ള സമയമാണെന്നാണ് പറയുന്നത്. അത് പെട്ടെന്ന് നടക്കുകയും ചെയ്യും. ഓക്കെ, നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ ഐ തിങ്ക് അത് വളരെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ മൂവ് ചെയ്യും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു എന്നാണ്. 9 ഓഫ് കപ്സ് നമ്മൾ വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് പറയുക. സോ നിങ്ങൾ ആഗ്രഹിച്ച് കാണാം ദാറ്റ് എനിക്ക് ഇന്ന രീതിയിൽ എന്ത് കാര്യമായാലും ശരി, നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്നേഹം കിട്ടണം എന്നായിരിക്കാം, വോട്ട് എവർ ഇറ്റ് ഇസ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നടക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. സോ ഇവിടെ അതും പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ നിങ്ങൾക്ക് വരിക, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങിക്കുക, കഴിക്കാൻ പറ്റുക, നിങ്ങൾ എന്തെങ്കിലും പാർട്ടി എൻജോയ്മെൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് വളരെ ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഓക്കെ, നിങ്ങൾക്കൊരു സന്തോഷം തോന്നും. ഇപ്പം ജോലിയിലാണെങ്കിലും ശരി, ഓക്കെ, ജോലി കരിയറിൻ്റെ കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിലും നിങ്ങൾക്കതിൽ വളരെയധികം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിക്കാണ് കാണുന്നത്. എന്തെങ്കിലും പ്രൊമോഷൻ ആയിരിക്കാം, സാലറി ഇൻക്രിമെൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ജോലി കിട്ടുന്ന കാര്യമായിരിക്കാം. സോ നിങ്ങൾക്കൊരു വളരെ സന്തോഷം തോന്നും. അത് യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് തരുന്ന ഒരു ബ്ലെസ്സിങ് ആണ്. ഓക്കെ, നിങ്ങളുടെ ഒരു ആഗ്രഹം പൂർത്തിയാക്കുന്ന തരത്തിലാണ് വരുന്നത്. പ്രത്യേകിച്ച് മെറ്റീരിയൽ വെൽത്ത്, അതായത് നമ്മൾ എന്തെങ്കിലും നല്ല ഡ്രസ്സ് വാങ്ങുക, നല്ലൊരു സ്ഥലത്ത് പോയി ഭക്ഷണം കഴിക്കുക, ഫ്രണ്ട്സുമായിട്ട് എൻജോയ് ചെയ്യുക, നിങ്ങളുടെ ലൈഫ് നിങ്ങളൊരു കുറച്ചുകൂടി ഒരു കംഫർട്ടായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുക, സാറ്റിസ്ഫൈഡ് ആയിട്ട് ഫീൽ ചെയ്യുക, ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുക. ഓക്കെ, അതിന് ചിലപ്പോൾ പല വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ടാവാം, ഇല്ലാന്ന് അതും ഒരു കാരണമായിരിക്കാം. തരം നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ നിങ്ങളെ കെയർ ചെയ്യുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ നിങ്ങളോട് പാഷനേറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന അങ്ങനത്തെ ആരെങ്കിലും ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിരിക്കാം. ഒരു പേഴ്സൺ, ലൈക്ക് ലേഡി ആവാം, ജെൻസ് ആവാം, ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെടുക്കൂ. സോ അങ്ങനെ ആരെങ്കിലും ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതുമാവാം. ആൻഡ് ഇതെല്ലാം നടക്കുന്നത് വളരെ ഫാസ്റ്റായിട്ടാണ്. ഓക്കെ, ഞാനതാണ് നേരത്തെ പറഞ്ഞ തീ പിടിച്ച പോലെയെന്ന്. ഓക്കെ, സോ ഒരു തീ പിടിച്ചൊരു ഇഫക്റ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് തോന്നും അയ്യോ ഇത് പെട്ടെന്ന് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന രീതിക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിപ്പോവാം. നിങ്ങൾക്ക് പോലും ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റിയെന്ന് വരില്ല. ഓക്കെ, ഇവിടെ അത്തരത്തിൽ ലൈക്ക് അത്രയും ഫാസ്റ്റായിട്ട് ചിലപ്പോൾ മൂവ്മെൻ്റ് ആയിരിക്കും കാര്യങ്ങൾ. ഫാസ്റ്റ് മൂവ്മെൻറ്റ്, ചിലപ്പോൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജസ്, കാര്യങ്ങൾ, വിവരങ്ങൾ വരൽ, നിങ്ങൾ അങ്ങോട്ടയക്കൽ ഇങ്ങോട്ടയക്കൽ, അല്ലെങ്കിൽ അങ്ങോട്ടും എന്തെങ്കിലും യാത്രകളുടെ കാര്യം, നിങ്ങൾ ആരെങ്കിലും കാണാൻ പോവുക, ആരെങ്കിലും നിങ്ങളെ കാണാൻ വരിക, പല തരത്തിലായിരിക്കും കാര്യങ്ങൾ നടക്കുന്നത്. അല്ലെങ്കിൽ പേപ്പർ വർക്ക് നടക്കുന്നു, പേപ്പർ വർക്ക് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നു, വോട്ട് എവർ എന്ത് തന്നെ കാര്യങ്ങളായാലും ഇവിടെ എല്ലാം വളരെ ഫാസ്റ്റ് മൂവിങ് ആയിരിക്കും. നിങ്ങൾക്ക് തന്നെ ലൈക്ക് മേ ബി
ആക്ച്വലി ഇവിടെയും ഒരു യാത്ര, ഒരു എന്താ പറയുക, സിംഹത്തിൻ്റെ ഒരു രഥം പോലെയാണുള്ളത്. അതായത് രഥം മുന്നോട്ട് പോകുന്ന പോലെ. സോ യെസ്, ഒരു ഫാസ്റ്റ് മൂവിങ് എനർജി ഇവിടെ വളരെ സ്ട്രോങ് ആണ്. സോ നിങ്ങളുടെ അടുത്തേക്ക് ആരെങ്കിലും ചിലപ്പം കുറച്ച് പേർക്ക് ഇത് വളരെ സ്ട്രോങ് ആയിട്ട് എനിക്ക് വന്നുകൊണ്ട് പറയുന്നു. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് റിലേഷൻഷിപ്പിലെ കാര്യത്തിൽ ഓക്കെ അതിൽ നിങ്ങൾക്കൊരു സന്തോഷം വരുന്ന പോലെ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളുടെ അടുത്തേക്ക് വരാനോ ലൈക്ക് പാഷനേറ്റ് ആയിട്ട് ചിലപ്പോൾ ഒരു നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ആവുന്ന കാര്യമായിരിക്കാം. ഓൾറെഡി ഉള്ള ബന്ധം നല്ലതായിട്ട് അങ്ങനെ എന്തോ ആവാം. ഓക്കെ, സോ ഒരു വ്യക്തിയുടെ എനർജി വരുന്നുണ്ട് കുറച്ച് പേർക്ക്. ഓക്കെ, അല്ലാത്തവർക്ക് ഇവിടെ അവർ എന്താ പറയുക, നിങ്ങളുടെ തന്നെ എനർജി മേ ബി അങ്ങനെ ആയിരിക്കാം. അതായത് നിങ്ങൾ വളരെയധികം പാഷനേറ്റ് ആയിട്ട് ഫീൽ ചെയ്യും എല്ലാ കാര്യങ്ങളും. നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് ചെയ്യാനും ഐഡിയാസ് വരാനും നിങ്ങൾ കോൺഫിഡൻ്റ് ആവാനും നിങ്ങൾ വളരെയധികം കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ഉള്ള ഒരു എനർജിയിലായിരിക്കും ചിലപ്പോൾ നിങ്ങൾ നിൽക്കുന്നത്. അതും ആവാം. ഓക്കെ, വേറെ ഒരു വ്യക്തി ഇല്ലെങ്കിൽ ഇത് ചിലപ്പോൾ നിങ്ങളുടെ കാര്യം തന്നെ ആയിരിക്കാം. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും. സോ മേ ബി ലൈഫിൽ എന്തായാലും നിങ്ങളുടെ ഒരു സന്തോഷം, സാറ്റിസ്ഫാക്ഷൻ എല്ലാമാണ് എനിക്കിവിടെ കാണുന്നത്. യാത്രകളുടെ എനർജി വരുന്നുണ്ട് എനിക്ക് കുറച്ച്. സോ മേ ബി എവിടെയെങ്കിലും യാത്ര പോകാനുള്ള ചാൻസസ് ആയിരിക്കാം. 5 of Wands ആൻഡ് 5 of Swords ഉണ്ട് ഇവിടെ. ഇതൊരു ഇത് പാസ്റ്റ് എനർജിയാണ് എനിക്ക് തോന്നുന്നത് ആക്ച്വലി. ഒരു ജസ്റ്റ് ഒന്ന് ഇതിനെക്കുറിച്ചൊന്നൊരു ക്ലാരിഫിക്കേഷൻ എടുക്കാൻ എനിക്കൊരു 5 of Wands ആൻഡ് 5 ഒരു മാറ്റത്തിൻ്റെ എനർജിയാണ് വരുന്നത്. 5 എന്ന് പറയുന്ന ഒരു ചേഞ്ച് ആണ്. സോ പാസ്റ്റിൽ ഐ തിങ്ക് നിങ്ങൾക്ക് കുറേ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ വന്ന് കാണാം. ഓക്കെ, ഈ ഒരു നിങ്ങളുടെ ഒരു ആഗ്രഹം അച്ചീവ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ലൈക്ക് നിങ്ങളായിട്ട് ഒരുപാട് സ്ട്രെസ്സ് കാര്യങ്ങൾ ഗോ ത്രൂ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ വളരെയധികം ചിലപ്പോൾ നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യേണ്ടി വന്നതായിരിക്കാം, കോമ്പറ്റീഷൻ നേരിടേണ്ടി വന്നതായിരിക്കാം. ഓക്കെ, പലരുടെ എതിർപ്പുകൾ നേരിടേണ്ടി വന്നതായിരിക്കാം. ഓക്കെ, ഓഫീസിലൊക്കെ ആണെങ്കിൽ ഓഫീസ് പൊളിറ്റിക്സ് ഇത് എപ്പോഴും എനിക്ക് പറയാൻ തോന്നുന്നു. സോ ഓഫീസിലെ പൊളിറ്റിക്സ് അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളെ തടസ്സപ്പെടുത്തി കാണാം. ഓക്കെ, വേറെ ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ച് കാണാം, നിങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിച്ച് കാണാം. കോമ്പറ്റീഷനിൽ നിങ്ങൾ ഐ തിങ്ക് ഇവിടെ നിങ്ങൾ വിന്നിയാണ്. അപ്പോൾ എനിക്ക് അതാണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, യെസ്, പാസ്റ്റിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ബട്ട് ഐ തിങ്ക് അതിലൊരു ചേഞ്ചാണ് എനിക്ക് കാണുന്നത്. നിങ്ങളിപ്പോൾ വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജി കൂടിയുണ്ട്. സോ ഇവിടെ എന്തെങ്കിലും പാസ്റ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഐ തിങ്ക് നിങ്ങളതിനെ ഓവർകം ചെയ്തിപ്പോൾ വളരെ സ്ട്രോങ് ആവുന്ന ഒരു എനർജിയാണ്. നോക്കട്ടെ, ഞാൻ ഒന്നുകൂടി ഇതിലൊരു ക്ലാരിഫിക്കേഷൻ എടുത്തേക്കാം. കിങ് ഓഫ് കപ്സ്. ഓക്കെ, യെസ്, ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇനി കിട്ടാനുള്ള സമയമാണ്. ഓക്കെ, നിങ്ങൾക്ക് കിട്ടുന്ന സമയമാണ്. നിങ്ങൾക്ക് അഗൈൻ ഞാൻ പറഞ്ഞ പോലെ പലർക്കും റിലേഷൻഷിപ്പിൻ്റെ കാര്യം കാണുന്നുണ്ട്, ലവേഴ്സ് ഉണ്ട്, നൈറ്റ് ഓഫ് കപ്സ് ഒക്കെ ഉണ്ട്. സോ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ മുൻപ് പാസ്റ്റിൽ ആരെങ്കിലുമായിട്ട് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിരുന്നെങ്കിൽ അവരോട് ശരിയാവുന്ന കാര്യമായിരിക്കാം. അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ തന്നെ മേ ബി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഓഫർ വരുന്ന കാര്യമായിരിക്കാം, ഒരു പുതിയ വ്യക്തി വരുന്ന കാര്യമായിരിക്കാം, ആരെങ്കിലും നിങ്ങളോട് ഒരു റിലേഷൻഷിപ്പിൻ്റെ അപ്രോച്ച്. ഓക്കെ, സോറി, ഞാനത് എപ്പോഴും റിലേഷൻഷിപ്പ് പറയുന്നു എന്ന് വിചാരിക്കേണ്ട. ഇതിൽ സ്ട്രോങ് ആയിട്ട് കപ്സ് എനർജി വരുമ്പോൾ നമുക്ക് ഇമോഷണൽ കാര്യങ്ങളാണ്. സോ അഗൈൻ ഇമോഷണലി നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ, അതായത് അതിപ്പോൾ അഗൈൻ നിങ്ങൾക്ക് ജോലിയാണെങ്കിൽ അങ്ങനെ, നിങ്ങൾക്ക് ഏതെങ്കിലും ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ അങ്ങനെ, ഓക്കെ, എന്ത് തന്നെ കാര്യങ്ങളായാലും ഇവിടെ നിങ്ങൾക്ക് പലതും നിങ്ങളുടെ മേ ബി ഒന്നിൽ കൂടുതൽ ആക്ച്വലി കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരും. അതിപ്പോൾ അഗൈൻ ഞാൻ പറഞ്ഞ പോലെ 2-3 ഓഫറായിരിക്കാം, 2-3 കാര്യങ്ങളായിരിക്കാം, പല കാര്യങ്ങളായിരിക്കും. ബട്ട് ഐ തിങ്ക് എല്ലാം നിങ്ങൾക്ക് നിങ്ങളെ ഇമോഷണലി നിങ്ങൾക്ക് സന്തോഷങ്ങൾ കൊണ്ടുവരുന്ന കാര്യങ്ങളായിരിക്കും. ഇവിടെ മേ ബി നിങ്ങളൊരു ചോയ്സ് കൂടി എടുക്കേണ്ടി വന്നേക്കാം എന്നും പറയാം. അതിപ്പോൾ അഗൈൻ ചോയ്സ് ഇൻ റിലേഷൻഷിപ്പ്, ചോയ്സ് ഇൻ കരിയർ, വാട്ട് എവർ ഇറ്റ് ഇസ്. ഓക്കെ, നിങ്ങളൊരു ചോയ്സ് ചിലപ്പോൾ നിങ്ങൾ എടുക്കേണ്ടി വന്നേക്കാം. എന്ത് തന്നെയായാലും ഐ തിങ്ക് ഓക്കെ, അഗൈൻ സോറി, ഇവിടെ ഒരുപാട് റിലേഷൻഷിപ്പിൻ്റെ കാർഡ്സ് വരുന്നത് ഞാൻ കൂടുതൽ പറയുന്നില്ല. വാട്ട് എവർ ഇറ്റ് ഇസ്, അത് നിങ്ങൾക്ക് നല്ല ഒരു കാര്യങ്ങളാണ് വരുന്നത്. നിങ്ങളെ മെയിൻലി ഇപ്പോൾ പറയുകയാണെങ്കിൽ വിഷ് ഫുൾഫിൽമെൻറ്റ് ആൻഡ് അത് വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്ന ഒരു എനർജി നമുക്കത് ക്ലെയിം ചെയ്യാം. ഓക്കെ, സോ വാട്ട് എവർ ഇറ്റ് ഇസ്, നിങ്ങൾ പാസ്റ്റിൽ അനുഭവിച്ച വിഷമങ്ങളും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് നിങ്ങൾക്കൊരു സന്തോഷമാണ് വരുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ. ഏത് കാര്യമായാലും നിങ്ങളെടുത്തോളൂ കേട്ടോ. നിങ്ങൾക്കൊരു നല്ല സന്തോഷിപ്പിക്കുന്ന വാർത്തകൾ, നിങ്ങൾക്ക് സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നു. ലെറ്റ്സ് സീ. ടവർ, അൺപ്ലഗ് ആൻഡ് റിലാക്സ് ഫോർ എ സ്പെൽ. ഓക്കെ, തലകുത്തി നിൽക്കുക അല്ലേ. ത്രോൺ. ഓക്കെ, യുവർ പൊട്ടൻഷ്യൽ ഇസ് എൻലെസ്. യു നോ വാട്ട്, എനിക്ക് ഇവിടെ ഓക്കെ ഗോൾഡ്, യു ഡോണ്ട് നീഡ് സംവൺ എൽസ് ടു ഫിക്സ് യു. ഓക്കെ, വെരി ഗുഡ്. Red, forgive. Okay, stars, you can manifest your every wish. Yes. Okay, so again ഇവിടെ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ആവുമെന്നാണ്. നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹം ഓൾറെഡി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കും, അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യൂ എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്താലും നിങ്ങൾക്ക് നടക്കും. സ്റ്റാർസിനെ നോക്കി നമ്മൾ പറയില്ലേ, നക്ഷത്രങ്ങളെ നോക്കി വിഷ് ചെയ്യാന്ന് പറയും. ഇങ്ങനെ വീഴുന്ന നക്ഷത്രം, ഫോളിങ് സ്റ്റാർ പറയും അല്ലേ. സോ അതിനെ നോക്കി നമ്മൾ വിഷ് ചെയ്യും എന്ന് പറയും. അതുപോലെ നിങ്ങൾ നക്ഷത്രങ്ങളെ നോക്കി നിങ്ങൾ എന്തെങ്കിലും വിഷ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂണിവേഴ്സ് അത് കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ വളരെ വേഗം
വേഗം നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. ആൻഡ് കളേഴ്സ് ഇവിടെ 1-2 കളേഴ്സ് എടുത്ത് വന്നിട്ടുണ്ട്. റെഡ് ആൻഡ് ഗോൾഡ്. ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ റെസനേറ്റ് ആവുമോ നോക്കിക്കോളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ റെഡ് കളർ കൂടുതൽ ധരിക്കാനോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കാം. ഗോൾഡിൻ്റെ കാണുന്നുണ്ട്. ഗോൾഡ് പിന്നെ ആർക്കും ഇഷ്ടമല്ലാത്തല്ലേ. സോ എനിവേ ഇവിടെ ഒരു ഗോൾഡ് കളറൊക്കെ കാണുന്നത്. ഗോൾഡ് എന്ന് പറയുമ്പോൾ എനിക്ക് ഇവിടെ ഫീലിംഗ് വന്നത് കുറച്ചൊരു ഓക്കെ അതിനെക്കുറിച്ച് ഞാൻ പറയാതെ എക്സ്പ്ലെയിൻ ചെയ്യണം കുറച്ച്. ഓക്കെ ഇവിടെ ടവർ എന്ന് പറയുന്നുണ്ട്. ഇത് ഇന്നലത്തെ നമ്മുടെ ഹാങ്മാൻ്റെ ഒരു എനർജിയാണ് എനിക്ക് വരുന്നത്. അല്ല ഇന്നലത്തെ റീഡിങ്ങിലെടുത്ത ഹാങ്മാൻ്റെ ഒരു എനർജി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു ആക്ഷൻ എടുക്കണ്ടെന്ന് പറഞ്ഞിരുന്നു. സോ ഇവിടെ അൺപ്ലഗ് ആൻഡ് റിലാക്സ് ഫോർ സ്പെൽ എന്ന് പറയുന്നുണ്ട്. ആദ്യത്തെ കാര്യം നിങ്ങളോട് പറയുന്നത് കുറച്ച് റിലാക്സ് ചെയ്യൂ. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഇത് ഹാങ്മാൻ്റെ അതേ എനർജിയാണ് എനിക്ക് വരുന്നത്. പറയാൻ ടവർ കാർഡാണിത്. ടവർ ആണെങ്കിലും എനിക്ക് ടവറായിട്ടല്ല ഇത് ഫീൽ ചെയ്യുന്നത്. എന്തെങ്കിലും തകരുന്ന രീതിയിലല്ല അത് കാണുന്നത്. ഇവിടെ പറയുന്നത് നിങ്ങളോടൊന്ന് ബ്രേക്ക് എടുക്കൂ എന്നാണ് പറയുന്നത്. ഓക്കെ അത് ഇന്നലെയും സെയിം മെസ്സേജ് വന്നിരുന്നു. നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഒരുപാട് ടെൻഷൻ അടിക്കൊന്നും വേണ്ട, കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളിലേക്ക് എത്തിക്കോളും എന്നാണ്. ഓക്കെ സോ ഇവിടെയും നിങ്ങളോട് പറയുന്നത് ഒന്ന് റിലാക്സ് ചെയ്യൂ, റെസ്റ്റ് ചെയ്യൂ എന്നുള്ള രീതിയിലാണ്. ടെൻഷൻ വേണ്ട. ഏറ്റവും മെയിനായിട്ട് അതാണ് ടെൻഷൻ വേണ്ട. ഓക്കെ ആൻഡ് ത്രോൺ കാണുന്നുണ്ട്. യുവർ പൊട്ടൻഷ്യലിറ്റീസ് എൻലെസ്. നിങ്ങൾ ഞാൻ നേരത്തെ കിങ് ഓഫ് വൺസിൻ്റെ എനർജി ഞാൻ പറഞ്ഞു. നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഫീൽ ചെയ്യാം. നിങ്ങൾക്ക് കഴിവുകളുണ്ട്. നിങ്ങളുടെ ഒരുപാട് കഴിവുകളുള്ള വ്യക്തിയാണ്. ഓക്കെ നിങ്ങൾക്ക് എന്തും നേടാൻ സാധിക്കും. നിങ്ങളൊരു ലീഡറായിട്ട് നിൽക്കാൻ നിങ്ങൾക്ക് ഇവിടെ ത്രോണിലാണ് ഇരിക്കുന്നത് അല്ലേ. അതായത് നമ്മൾ സിംഹാസനത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. സോ നിങ്ങൾക്ക് മറ്റുള്ളവരെ കൂടി നയിക്കാനുള്ളൊരു കഴിവുണ്ട്. അത്രയും ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അറിയുന്നില്ല, നിങ്ങളുടെ പൊട്ടൻഷ്യൽ നിങ്ങൾ തിരിച്ചറിയുന്നില്ല. അതാണ് ഇവിടെ, വേറൊന്നുമല്ല. ഓക്കെ ആൻഡ് റെഡ് ഫൊർഗീവ്നെസ് പറയുന്നുണ്ട്. സോ റെഡ് കളർ മേ ബി ദേഷ്യത്തിൻ്റെ ആയിരിക്കാം, ആങ്കർ ആയിരിക്കാം. എനിക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നി. സോ നിങ്ങൾക്ക് ദേഷ്യം ഒരുപാടുണ്ടെങ്കിൽ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കൂ. ഓക്കെ ഫൊർഗീവ്നെസ് കൊണ്ടുവരാൻ ശ്രമിക്കൂ. ആരോടെങ്കിലും മനസ്സിൽ നിങ്ങൾ ഒരുപാട് ദേഷ്യം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളോട് ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടായിരിക്കാം, നിങ്ങളെ വേദനിപ്പിച്ചിട്ടായിരിക്കാം, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് ചില സമയത്ത് നമ്മളത് ലെറ്റ് ഗോ ചെയ്യണമെന്നായിരിക്കും നല്ലത്. ഓക്കെ നിങ്ങൾക്ക് നല്ലത് അതാണ്. ബിക്കോസ് വേറൊന്നുമല്ല, നമുക്ക് അവരെ എന്താ പറയുക, ആ ദേഷ്യം നമ്മൾ ഉള്ളിൽ പിടിച്ചുകൊണ്ടിരിക്കും തോറും അത് നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. സോ ലെറ്റ് ഗോ ചെയ്യൂ, ഫോർഗിവ് ചെയ്ത് വിട്ടേക്കൂ. അതിനെ യൂണിവേഴ്സിനെ ഹാൻഡ് ഓവർ ചെയ്യൂ. ഓക്കെ യൂണിവേഴ്സ് നോക്കിക്കോട്ടെ. സോ ഇവിടെ റെഡ് കളർ കാണുന്നുണ്ട്. മേ ബി നിങ്ങൾ ഒരുപാട് ദേഷ്യം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന പോലെയാണ്. സോ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഫൊർഗീവ്നെസ് കൊണ്ടുവരും. ഓക്കെ ആൻഡ് ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഈ കാർഡൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. യു ഡോണ്ട് നീഡ് സംവൺ എൽസ് ടു ഫിക്സ് യു. സോ ഇവിടെ ഞാൻ റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ വേറൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരുമെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ഒരു വശം അവിടെ ഇരുന്നോട്ടെ, വിരോധമില്ല. വരികയാണെങ്കിൽ നല്ലത്, ഫൈൻ. ബട്ട് അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കരുത് എന്നാണ്. ഓക്കെ നിങ്ങൾക്ക് ആരെങ്കിലും വന്നിട്ട് ഇപ്പോൾ നിങ്ങളെ ഫിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും വേണം, അതായത് നിങ്ങൾ സ്നേഹിക്കപ്പെടാൻ അർഹരാണ് എന്നൊക്കെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ മാറ്റാനോ എന്ത് കാര്യത്തിനായാലും ഓക്കെ വേറൊരാൾ നിങ്ങൾക്ക് വന്നിട്ട് വേണ്ട എന്നാണ് പറയുന്നത്. അത് അഗെയിൻ സെയിം കാര്യമാണ്. നിങ്ങളുടെ പൊട്ടൻഷ്യൽ നിങ്ങൾ തിരിച്ചറിയുന്നില്ല. ആൻഡ് നിങ്ങൾ തന്നെ യു ആർ ബെസ്റ്റ് ആസ് യു ആർ. ഓക്കെ വേറൊരാൾ വേണ്ട നിങ്ങളെ ഫുൾഫിൽ ചെയ്യാൻ, അല്ലെങ്കിൽ വേറൊരാൾ വേണ്ട. നമ്മൾ പറയില്ല പലപ്പോഴും ആക്ച്വലി ഒരു കോട്ടിൽ നമ്മൾ പറയുന്ന കാര്യമാണ്. വേറൊരു വ്യക്തി എന്ന് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് എന്നിട്ട് അവർ നമ്മളെ എന്താ പറയുക, അവർ വരുമ്പോഴാണ് നമ്മൾ പൂർണ്ണമാവുന്നത് എന്നൊക്കെ പറയും. ബട്ട് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ തെറ്റാണ്. നമ്മൾ ആദ്യം നമ്മളിൽ പൂർണ്ണരാവണം. ഓക്കെ നമുക്ക് നമ്മളിൽ തന്നെ പൂർണ്ണമായിട്ട് ഫീൽ ചെയ്യണം. അപ്പം വേറൊരാൾ വരും, അല്ലാതെ വന്നിട്ട് വേണം എന്ന് പറയുമ്പോൾ എപ്പോഴും ആ ഒരു എംപ്റ്റിനെസ് അവിടെ കിടക്കും. അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ ഇവിടെ വേറൊരാൾ വേണമെന്നില്ല. നിങ്ങൾക്കൊരു വാലിഡേഷൻ തരാൻ, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ വേറൊരു വ്യക്തി വന്ന് പറഞ്ഞിട്ട് വേണ്ട എന്നാണ്. വേറൊരാൾ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് വേണം. നിങ്ങൾ എന്തെങ്കിലും നല്ലതായിട്ട് ചെയ്താൽ അവനവൻ അപ്രീഷിയേറ്റ് ചെയ്യൂ. ഓക്കെ അതായത് യെസ് ഐ ഡിഡ് മൈ ബെസ്റ്റ് എന്ന് പറയൂ. ഓക്കെ ഞാനാണ് ബെസ്റ്റ് എന്നൊന്നും അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ബട്ട് ഓക്കെ യെസ് ഞാൻ എൻ്റെ ബെസ്റ്റ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, ഞാൻ പറ്റുന്നത്രയും നന്നായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിലും നിങ്ങൾക്ക് അവനവനെ അപ്രീഷിയേറ്റ് ചെയ്യാം അല്ലേ. സോ അങ്ങനെ ചെയ്യൂ. ആൻഡ് നിങ്ങളെ സ്നേഹിക്കപ്പെടാൻ അർഹരാണ്. സ്നേഹിക്കപ്പെടാനായാലും എന്ത് നിങ്ങൾ ചെയ്താലും അതിന് വേറെ ആൾ വന്ന് നിങ്ങളോട് യു ഡിഡ് വെൽ അല്ലെങ്കിൽ നല്ല ഗുഡ് ജോബ് എന്ന് ആരും ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഓക്കെ സോ നിങ്ങൾ തന്നെ സ്വയം നിങ്ങളുടെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ ബട്ട് വരും എന്തായാലും. നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ നിൽക്കുമ്പോഴാണ് നിങ്ങളിലേക്ക് വേറെ നല്ലത് വരുന്നത്. അതും മനസ്സിലാക്കുക. ഓക്കെ നിങ്ങൾ ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ വേറെ ആരും വേണ്ട എന്നെ ഫുള്ളാക്കാൻ, അല്ലെങ്കിൽ എന്നെ പൂർത്തിയാക്കാൻ എനിക്ക് വേറെ ഒരാളുടെ ആവശ്യമില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുമ്പോൾ, കാരണം നിങ്ങൾ അവനവനിൽ ഹാപ്പിയാണ്. അങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോൾ നിങ്ങളിലേക്ക് നല്ലതും വരും. ഓക്കെ ഇതൊരു കോൺട്രഡിക്ടറി ടോപ്പിക്കാണ്. നമുക്കിനി ഒരു ദിവസം നമുക്ക് ലൈവായിട്ടിരുന്ന് നമുക്ക് സംസാരിക്കാം. ഓക്കെ സോ എനിവേ എല്ലാവരും നല്ലൊരു ദിവസമായിരിക്കട്ടെ, ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങളുടെ വിഷസൊക്കെ വരട്ടെ, എല്ലാം നടക്കട്ടെ. നന്ദി, നമസ്കാരം.